ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊബൈലി പേയുടെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്യുന്നത്. അതിലെങ്ങനെ ലോഗിൻ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് തന്നെയാണ്. ഇതിൽ നമുക്കെങ്ങനെ നമ്മുടെ ATM കാർഡ് വെച്ചിട്ട് ഇതിലേക്ക് ക്യാഷ് എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അതിലുള്ള കാർഡ് നമുക്കെങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാത്തവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഇതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇതിൽ നമുക്ക് എങ്ങനെ ക്യാഷ് ആഡ് ചെയ്യാം എന്നുള്ളത്, കാർഡ് വെച്ചിട്ട് എങ്ങനെ ക്യാഷ് ആഡ് ചെയ്യാം. കാരണം നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ അതിലുണ്ട്. അതിലേറെ ഏറ്റവും സിമ്പിൾ നമ്മൾ ബാങ്ക് കാർഡ് വെച്ചിട്ട് ഇതിൽ ലോഗിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ വിസ കാർഡ്, മദാർ കാർഡൊക്കെ അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. ഇങ്ങനെ ക്യാഷ് ആഡ് ചെയ്യാന്നുള്ള കാര്യം ആദ്യമായിട്ട് നോക്കാം. ആഡ് മണിയിൽ ഞാനിപ്പോൾ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ബാങ്ക് ട്രാൻസ്ഫർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു അക്കൗണ്ട് ഈ ഒരു IBANലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ബാങ്ക് കാർഡ് ഇങ്ങനെ കൊടുത്തിട്ട് ആഡ് ചെയ്യാം. ഇവിടെ പ്ലസ് എന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. കാർഡ് നമ്പർ, ഹോൾഡർ നെയിം, എക്സ്പയറി മന്ത്, എക്സ്പയറി ഇയർ, കാർഡിൻ്റെ ബാക്കിലുള്ള CVV കൊടുത്തിട്ട് സേവ് കാർഡ് എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഡാറ്റ ഒന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മളെ കാർഡ് ആഡ് ആയിട്ടുണ്ട്, സക്സസ് ആറുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത കാർഡ് ഏതാണെന്ന് കാണാൻ സാധിക്കും. ബാക്കിലോട്ട് പോയാൽ നമുക്കിവിടെ മൈ ബാലൻസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്ലി എത്ര ആഡ് ചെയ്യാൻ പറ്റും, എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഇനി ആഡ് മണി എന്ന് കൊടുത്തിട്ട് നമ്മൾ കാർഡ് ചൂസ് ചെയ്തിട്ട് ഈ ഒരു കാർഡ് ചൂസ് ചെയ്യുക, കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ജസ്റ്റ് CVV കാർഡിൻ്റെ ബാക്കിൽ 3 അക്ക CVV ഒന്ന് എൻ്റർ ചെയ്യുക. അതിനുശേഷം എമൗണ്ട് ഇവിടെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ട്രൈ ആയിട്ട് 100 റിയാൽ ആഡ് ചെയ്യുന്നു. കൺഫേം എന്ന് കൊടുക്കുന്നു. ഒന്നുകൂടെ കൺഫേം എന്ന് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ബാങ്ക് കാർഡ് കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് OTP വരും. OTP ഇവിടെ എൻ്റർ ചെയ്യുക, എന്നിട്ട് കൺഫേം എന്ന് കൊടുക്കുക. അപ്പോൾ അത് സക്സസ് ആയി എന്നുള്ള മെസ്സേജ് വന്നു. ഇനി നമുക്ക് ഹോമിൽ പോവാം. അവിടെ ബാലൻസിൽ 100 റിയാൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കാർഡ് ക്യാഷ് ആഡ് ചെയ്യേണ്ടത്. പിന്നീടുള്ളത് നമ്മൾ നോക്കുന്നത് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിൽ നമുക്ക് ഡിജിറ്റൽ കാർഡ് എങ്ങനെ എനേബിൾ ചെയ്യാം നോക്കാം. ഡിജിറ്റൽ കാർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ, അപ്പോൾ ഇവിടെ മൊബൈലി പേ ക്ലാസിക് കാർഡ് എന്നിട്ടുള്ള ഈ ഒരു കാർഡ്, അതുപോലെ തന്നെ മൊബൈലി പേ പ്ലാറ്റിനം കാർഡുണ്ട്. ഇതിന് 57.50 പെർ ഇയർ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം, വാറ്റടക്കം. ഇതൊരു പ്ലാറ്റിനം കാർഡ്. പിന്നീടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ കാർഡാണ്. അതിന് ആനുവലായിട്ട് ഒരു വർഷം നമ്മൾ 460 റിയാൽ വിത്ത് വാറ്റടക്കം 460 റിയാൽ പേയ്മെൻറ്റ് ചെയ്യണം. ഇതുകൊണ്ടുള്ളൊരു ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് 1% ക്യാഷ് ബാക്ക് ലഭിക്കും ഈ ഒരു കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതല്ല പ്ലാറ്റിനാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വർഷം 57.5 റിയാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം ഈ കാർഡിൻ്റെ ചാർജ്. അതിന് 0.7% ക്യാഷ് ബാക്ക് നമുക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്തിട്ടുള്ള പർച്ചേസിനൊക്കെ ലഭിക്കും. പിന്നീടുള്ളത് ഫ്രീ ആയിട്ടുള്ള കാർഡ്, ആനുവലി ചാർജൊന്നും ഇല്ലാത്ത കാർഡാണിത്. വിസ കാർഡാണ്, ഇതിൻ്റെ മദാർ കാർഡല്ല. അപ്പോൾ ഇതിന് 0.5% നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കാർഡാണ് ചൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു. ഇനി കാർഡിൽ ഏത് രീതിയിലാണ് നമുക്ക് നെയിം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യുക. ഓട്ടോമാറ്റിക് നെയിം കൊടുത്തിട്ടുണ്ടാവും. അത് ചൂസ് ചെയ്തു, അഗ്രി എന്ന് കൊടുത്തു, പ്രൊസീജ് കൊടുത്തു. ഇനി ആ കാർഡ് ഓപ്പറേറ്റ് ചെയ്യാനൊരു 4 അക്ക സെക്യൂരിറ്റി പിൻ കോഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതൊന്നുകൂടെ കൺഫേം ചെയ്യുക. അതിനുശേഷം കൺഫേം എന്ന് കൊടുക്കുക. ഇനി നമ്മളെ ഓപ്പൺ ചെയ്യാനുള്ള പാസ്കോഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ഫേസ് ലോക്കോ വെച്ചിട്ട് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് വേണമെങ്കിൽ ഇനി അങ്ങനെ ഓപ്പൺ ചെയ്താൽ ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, കാർഡിൻ്റെ നമ്പർ കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഇവിടെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ നമ്പർ കോപ്പി ചെയ്തിട്ട് വേറെ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സൈറ്റിൽ പേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ കാർഡ് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫ്രീസ് കൊടുക്കുക. ക്യാൻസൽ കാർഡ് കൊടുക്കണമെങ്കിൽ ഇവിടെ ക്യാൻസൽ കാർഡ് എന്ന് ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പിൻ നമ്പർ റീസെറ്റ് ചെയ്യണമെങ്കിൽ അത് റീസെറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയാണ് കാർഡ് ആക്റ്റീവ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ മറ്റേ STC പേയിലും UR പേയിലൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൽ ക്യാഷ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിജിറ്റൽ കാർഡും എനേബിൾ ചെയ്യുന്നതൊക്കെ. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു നല്ല വിഷയമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.